بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാന്റെ നിർണായക നിമിഷങ്ങൾ കടന്നു വരികയാണ്. അതിൻ്റെ അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഓരോ രാത്രികളിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് വളരെ ആവേശത്തോടു കൂടി നമ്മളിത് കേട്ട് ഇൻഷാ അള്ളാഹ് ഈ ഒരു 10 ദിവസം നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏകനായി ഒന്ന് ഒഴിവായി നിൽക്കേണ്ട സമയങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രികളിൽ ഈ പകലുകളിൽ ആയിരുന്നു ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു അരമുണ്ട് മുറുക്കിക്കെട്ടും മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അഹ്യാ ലൈലഹു രാത്രിയെ സജീവമാക്കും. രാത്രി ഉറക്കമില്ലാതെ നിത്യമായ ഇബാദത്തുകൾ മുഴുകുന്ന ഹബീബായ തങ്ങളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ കണ്ട റസൂലുള്ളാഹ് ഈ അവസാനത്തെ 10 രാത്രികളിൽ. മാത്രമല്ല വഅയ്ഖള അഹ്ലഹു തൻ്റെ കുടുംബക്കാരെ, ഭാര്യമാരെ, മക്കളെ, കൂട്ടുകുടുംബങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിന് പ്രേരണ നൽകുമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്ഫിറത്തിന്റെ 10 അവസാനിച്ച് അവസാനത്തെ 10 കടക്കുന്ന 21-ാം രാവ്, 22-ാം രാവ്, 23-ാം രാവ്, 24-ാം രാവ്, 25-ാം രാവ്, 26-ാം രാവ്, 27-ാം രാവ്, 28-ാം രാവ്, 29-ാം രാവ്, അങ്ങനെ പോകുന്ന ഈ രാവുകൾ മുഴുവനും സജീവമാക്കണം. ഒറ്റ രാവുകളിലല്ല. മഹാന്മാരായ ഉലമാക്കൾ പറയുന്ന ഭാഷ അനുസരിച്ച് ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്നതെന്നതിൻ്റെ അപ്പുറം എല്ലാ രാത്രികളിലും വരാം. ഏത് രാത്രികളിലും ലൈലത്തുൽ ഖദർ വരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള രാത്രികളിൽ സജീവമാക്കേണ്ടത് എങ്ങനെ? ഒന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ തന്നെ ചെയ്തു വരേണ്ടതാണ്. നമ്മുടെ ദുആ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ദുആ, 3-ാമത്തെ 10 ദുആ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകമോചനത്തിന്റെ 10 അറിയപ്പെടുന്ന ഈ 10 നമ്മൾ ചൊല്ലേണ്ട ദുആ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ തമ്പുരാനെ. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, എൻ്റെ സ്വർഗത്തിലോട്ട് നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ഈ ദുആ ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിബി ചോദിക്കുന്നു, നബിയെ, ഈ രാത്രികളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദുആ ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹു നീ അഫു ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ആ അഫുവിനെ നീ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് അഫു ചെയ്തു തരണമേ അല്ലാ. ഇതാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഈ രാത്രികളിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലേണ്ട ദുആ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ആ ദുആ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു 2 രീതിയിലാണ് നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നത്. ഒന്ന്, മഗ്ഫിറത്തിലൂടെ അള്ളാഹു പുറത്തു തരും. 2, അഫുവിലൂടെ അള്ളാഹു പുറത്തു തരും. മഗ്ഫിറത്തിലൂടെ അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നതിന്റെ പ്രത്യേകത, നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നേക്കാം. പക്ഷേ നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കും, എന്നാലും നീ ആ കുറ്റം ചെയ്തല്ലോ, എന്നാലും നീ ആ തെറ്റ് ചെയ്തല്ലോ എന്ന് അള്ളാഹു ചോദിക്കുന്നതിനാണ് മഗ്ഫിറത്ത് എന്ന് നമ്മൾ പറയുക. പക്ഷെ അഫു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഫു എന്ന് പറഞ്ഞാൽ സർവാത്മന ആ പാപങ്ങൾ മുഴുവനും മാപ്പാക്കി അവൻ ആ പാപം ചെയ്യാത്തതുപോലെ ആക്കുന്നതിനാണ് അഫു എന്ന് പറയുക. ആ അഫു, അള്ളാഹു നമുക്ക് അഫു തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു റബ്ബുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, അള്ളാഹുവേ നീ അഫു ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ അഫു തരണം അല്ലാഹ്. അത് ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ടതാണ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാത്രി എന്താണ്? ലൈലത്തുൽ ഖദർ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ
നാം ആ രാത്രിയിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. നിർണായക രാവ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ നബിയെ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്യുന്ന, 1000 മാസം എന്നല്ല, 1000 മാസങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന രാവാണ് ആ രാവ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്താണ് ആ രാത്രിയിൽ സംഭവിക്കുന്നത്? തനസ്സലുൽ മലായിക. മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു ഫീഹാ. അവരോടൊപ്പം റൂഹുണ്ടാകും. അതായത് മുഫസ്സിരീങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ അവരിറങ്ങി വരും. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ഇറങ്ങി വരും. അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം, രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന അസുലഭ മുഹൂർത്തമാണ് 10 ദിവസങ്ങളിൽ. ഏത് രാത്രിയിലുമാകാം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. നമ്മൾ മഗ്‌രിബിൽ നോമ്പ് തുറന്നിട്ട് അൽഹംദുലില്ലാ വിശ്രമമൊക്കെ എടുത്ത് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ദുആയൊക്കെ ചെയ്ത് വീട്ടിൽ പോയി, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരൊക്കെ വൃത്തിയായി ഒന്ന് ഫ്രഷായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വീണ്ടും പള്ളിയിൽ വന്ന് തറാവീഹിന് വേണ്ടി വരുന്ന, ഇശാ നിസ്കാരവും തറാവീഹൊക്കെ നിസ്കരിക്കുന്ന വളരെ സുന്ദരമായ മുഹൂർത്തം. അതുകൊണ്ടാണ് ഇന്നത്തെ തറാവീഹും വിത്തറും കൊണ്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കിടക്കുന്ന രാത്രികളാണ് ഇന്നുവരെയും എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടിന്റെ അകത്തളങ്ങളിൽ തറാവീഹും വിത്തറും നിസ്കരിച്ച ക്ഷീണത്താൽ കിടന്നുറങ്ങുന്ന രാത്രികളാണ് ഇന്നുവരെ നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ അത് ഇന്നു മുതൽ മാറ്റാൻ. ഇനി മുതൽ നമ്മൾ രാത്രി ഉറങ്ങുന്നില്ല. അഹ്യൽ ലൈൽ, രാത്രിയെ സജീവമാക്കി റസൂലുള്ളാഹ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഹബീബുള്ളാഹ്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഉറപ്പായിട്ടും ലൈലത്തുൽ ഖദ്ർ പെയ്തിറങ്ങുന്ന ആ സുന്ദരമായ മുഹൂർത്തത്തിൽ നമുക്കും സാക്ഷികളാകാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം, വിത്ർ നിസ്കാരം നിങ്ങൾ 11 റക്അത്താക്കി സജീവമായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം. പിന്നെ കുറച്ചു നേരം ഇന്ന് ഖുർആൻ ഓതാം. അങ്ങനെ തറാവീഹ് നിസ്കാരം 10-10:30 മണിയാകുമ്പോൾ തീരും. പിന്നെ വിത്ർ നിസ്കാരം ഒന്ന് സുദീർഘമായിട്ട് കൂടി നിസ്കരിക്കുമ്പോൾ ഏകദേശം ഒരു 12 മണിയായി അവസാനിപ്പിക്കുന്ന രീതിയിൽ നമുക്കങ്ങനെ അവസാനിപ്പിക്കണം. അതിനുശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഖുർആൻ ഓതുക. ഖുർആൻ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്, ഇത് ചൊല്ലുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. എന്താണ് ആ പ്രധാനപ്പെട്ട കർമ്മം? ആ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ പെട്ടാണ് തസ്ബീഹ് നിസ്കാരം. 4 റക്അത്ത് നിസ്കരിക്കുക, ഈ 2 റക്അത്ത് നിസ്കരിക്കുക, 300 തസ്ബീഹുകൾ തീർക്കണം. എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അതൊരു വീഡിയോ നമുക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എന്നാലും ചുരുങ്ങിയ രൂപത്തിൽ 300 തസ്ബീഹുകൾ തീർക്കുന്ന തസ്ബീഹ് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. തസ്ബീഹ് നിസ്കാരം എല്ലാം നിർവഹിച്ചിട്ട് ഒരല്പം ഒന്ന് മയങ്ങി, ഒരല്പം ഒന്ന് കിടക്കാൻ പറ്റിയെന്ന് കിടന്ന് വിശ്രമിച്ച് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്ന സമയത്തിൽ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത് പൊട്ടിക്കരയുന്ന ഒരു കൃത്യമായ ടൈം ടേബിളുള്ള ഒരു രാത്രികളാവണം ഇനിയുള്ള രാത്രികൾ. സഹോദരങ്ങളെ, ഒരു രാത്രി പോലും നമ്മൾ നശിപ്പിച്ച് കളയരുത്. വർത്തമാന കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും ഏറെയാണ്, പ്രയാസങ്ങളാണ്, പ്രാരാബ്ദങ്ങളാണ്. ഇതെല്ലാം തട്ടിമാറ്റപ്പെടാനും ഇതെല്ലാം അകറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇജാബത്ത് കിട്ടിയ ഒരു സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടുന്നതിന് വേണ്ടി ഈ രാത്രികളിൽ സജീവമാക്കണം. ആയിരക്കണക്കായ മലക്കുകൾ ആകാശമണ്ഡലങ്ങൾ ഇറങ്ങി വരുമ്പോൾ സുഗാഡംബരങ്ങൾ കിടന്നുറങ്ങുന്നവരായി നമ്മൾ മാറിയാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഈ രാത്രികളിൽ അള്ളാഹു ഓശാരമായി തരുന്ന അനുഗ്രഹങ്ങളിൽ സൂഫിയാക്കളും സ്വാലിഹീങ്ങളും പൂർവികരായ സ്വാലിഹീങ്ങളൊക്കെ സ്വഹാബാക്കളെ സച്ചരിതരായ സത്വൃതരായ മഹത്തുക്കളൊക്കെ ഉറങ്ങാതെ ഉണർന്നിരുന്ന് ഇബാദത്ത് ചെയ്ത രാത്രിയിൽ കൊടിയ പാപങ്ങളുടെ നടുവിൽ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ പാപക്കറകളുടെ കറുപ്പ് പുരണ്ടുകൊണ്ട് ആ ഹൃദയത്തെ ഒരു അംശം പോലും കാണാൻ പറ്റാത്ത വിധം മരവിച്ചുപോയി നമ്മുടെ ഹൃദയത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ, ആ വൃത്തിയാക്കിയ ഹൃദയത്തിന്റെ മുന്നിൽ അല്ലാഹു എന്നുള്ള ആ ഈമാനികമായ ശക്തിയെ ഒന്ന് സന്നിവേശിപ്പിച്ചുകൊണ്ട്
ആ പ്രകാശത്തോടു കൂടി ഒന്ന് ജീവിച്ച് മരിക്കാൻ നമുക്ക് തയ്യാറാവണം. പ്രിയമുള്ളവരെ, അതിനിർണായകമാണ് ഇനിയുള്ള രാവുകൾ. ഉറങ്ങരുത്, ഒരൊറ്റ രാവുകൾ തീരെ ഉറങ്ങരുത്. പ്രഭാതത്തിൽ ക്ഷീണമകറ്റാൻ വേണ്ടി ഒന്ന് കിടന്നുറങ്ങി നമ്മുടെ ക്ഷീണങ്ങൾ ശാരീരികമായ ക്ഷീണങ്ങൾ മാറ്റാൻ പ്രഭാതത്തെ ഒന്ന് ഉപയോഗപ്പെടുത്തി രാവിലെ മുഴുവനും കിടന്നുറങ്ങണമെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നിരുന്നാൽ പോലും വളരെ കൃത്യമായ രീതിയിൽ ഇനി മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടമാണ് സംഭവിക്കുക. ഈ ദിവസം പോലെയല്ല ഇനിയുള്ള ദിവസങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം പോലെയല്ല ഇനി വരാൻ പോകുന്ന ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം പിന്നെ ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് പള്ളിയിൽ കയറി ഇരുന്നാൽ പിന്നെ റസൂൽ പുറത്തിറങ്ങൂല. അതുപോലെ പള്ളിയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇശാന് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ, വീടുകളിലാണെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ മുസല്ലയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇരിപ്പിൽ പിന്നെ അനങ്ങാത്ത രീതിയിലെന്നല്ല, വളരെയേറെ നേരം അവിടെ ഇരിക്കാൻ സജ്ജരായി ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പോടു കൂടി വേണം കയറിയിരിക്കാൻ. പള്ളിയിൽ വരുന്നവരും അതേ നീയത്തോടു കൂടി ആവേശത്തോടു കൂടി വരണം. കയറി ഒതുവെടുത്ത് വലത് കാല് വെച്ച് കയറി ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഭജനമിരിക്കുന്നു എന്ന നിയത്തും കൂടി ചൊല്ലി ഇൻഷാ അള്ളാഹ് ഇരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അള്ളാഹ് സജീവമാകണം നമ്മൾ. അള്ളാഹുവെ, പരിപൂർണമായ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാത്രികൾ ഉറങ്ങിപ്പോകാതെ അത് കൃത്യമായി കണ്ടാസ്വദിക്കാനും അനുഭവിക്കാനും ആ അനുഭൂതി നുകരാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അള്ളാഹ് എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഇരുകൂട്ടരിലും അള്ളാഹു എല്ലാ ഖൈറുകളും നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി